വസീഫ്, ഇപ്പോൾ BJP പ്രതിനിധിയുടെ പ്രതികരണം കണ്ടല്ലോ. അവർ ആ സിനിമ എഡിറ്റ് ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടില്ല, റീസെൻസറിങ് ആവശ്യപ്പെട്ടിട്ടില്ല. അവർക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നു. അപ്പുറത്ത് വലിയ ജനവിഭാഗത്തിന് തന്നെ ഈ സിനിമയോട് എതിർപ്പുണ്ട്. ആ പ്രതിഷേധത്തിനൊടുവിൽ മോഹൻലാൽ ഖേദം പ്രകടിപ്പിക്കുന്നു. അതിനുശേഷം അവർ അത് മനസ്സിലാക്കിക്കൊണ്ട് എഡിറ്റിന് തയ്യാറാകുന്നു. എന്തു പറയുന്നു? സ്മൃതി, ഈ സംഘികൾ കരുതിയിരിക്കുന്നത്, സംഘപരിവാർ നേതാക്കന്മാർ കരുതിയിരിക്കുന്നത് അവരുടെ ബുദ്ധി തന്നെയാണ് കേരളത്തിലെ മറ്റ് ജനങ്ങളുടെയൊക്കെ ബുദ്ധി എന്നുള്ളതാണ്. അവരുടെ അത്ര ബുദ്ധിയും വിവരവും, കാരണം കേരളത്തിലെ സംഘപരിവാരത്തിൻ്റെ കേരളത്തിലെ സംഘപരിവാര നേതാക്കന്മാരെ, BJP നേതാക്കന്മാരെ വളരെ കൃത്യമായി ആ സിനിമയിൽ കാണിച്ചു എന്ന് അവർക്ക് തോന്നുകയും ചെയ്യും. അതായിരിക്കും ഒരു പക്ഷേ ഇവർക്ക് ഇത്രയധികം പ്രയാസം ഉണ്ടായത്. അതുകൂടി ആ സിനിമ കണ്ടവർക്ക് ബോധ്യപ്പെടും എന്താണ് കേരളത്തിലെ BJP നേതാക്കന്മാർക്ക് കേന്ദ്ര നേതാക്കന്മാർ കൊടുക്കുന്ന പരിഗണന എന്നുകൂടി അതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. അതുപോലെയാണോ ഇത് കരുതിയിരിക്കുന്നത്? യുവമോർച്ചയുടെ സംസ്ഥാന സെക്രട്ടറിയുടെ പോസ്റ്റ് ഫേസ്ബുക്കിൽ എഴുതിയത് നമ്മൾ കണ്ടു. അത് ഈ എഡിറ്റ് വിവാദം വരുന്നതിന് മുമ്പാണ്, ഈ സെൻസറിങ്ങിന് വീണ്ടും വിടുന്നതുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ ചില ഭാഗങ്ങൾ കട്ട് ചെയ്യും എന്നൊക്കെ പറയുന്നതിന് മുൻപാണ് അദ്ദേഹം എഴുതിയത് കണ്ടില്ലേ നമ്മൾ? പൃഥ്വിരാജിനെ മാത്രം അങ്ങ് അടർത്തി മാറ്റി അദ്ദേഹത്തെ ഒരു തീവ്രവാദിയായി, അദ്ദേഹത്തെ ഒരു ഭീകരവാദിയായി ചിത്രീകരിക്കണം എന്ന് കരുതുന്ന തരത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ വിദേശ ബന്ധങ്ങൾ അന്വേഷിക്കണം. നോക്കൂ നിങ്ങൾ, ഒരു ചെറിയ ഏതെങ്കിലും ഒരു സാധാരണ സൈബർ രംഗത്ത് ഇടപെടുന്ന BJPയുടെ മറ്റ് സാധാരണ പ്രവർത്തകരല്ല അത് ചെയ്തത്. യുവമോർച്ചയുടെ സംസ്ഥാന സെക്രട്ടറിയാണ് എഴുതിയത്. ഗോപാലകൃഷ്ണൻ എഴുതിയതോ, ഓർഗനൈസറിൽ വന്നതോ? ഈ ഗോപാലകൃഷ്ണൻ പറഞ്ഞതും ഓർഗനൈസറിൽ അച്ചടിച്ച് വന്നതും ഒക്കെ എന്താ? ഇത് ചെറിയ കാര്യമാണോ? ഈ രാജ്യത്ത് സംഘപരിവാർ എന്തൊക്കെ ചെയ്തു എന്നുള്ളൊരു ധാരണ ഈ നാട്ടിലെ ജനങ്ങൾക്കും ഈ സാംസ്കാരിക പ്രവർത്തകർക്കും സിനിമാ പ്രവർത്തകർക്കും ഒക്കെ ഉണ്ട്. കൽബുർഗിയെ അവർക്കറിയാം, ഗൗരി ലങ്കേഷിനെ അവർക്കറിയാം, അവർക്ക് ജസ്റ്റിസ് ലോയെ അറിയാം, അവർക്ക് സഞ്ജീവ് ഭട്ടിനെ അറിയാം, അവർക്ക് ഈ ഹിരൺ പാണ്ഡ്യയെ അറിയാം, അവർക്ക് ഈ രാജ്യത്ത് സംഘപരിവാരത്തിൻ്റെ എല്ലാ ഇടപെടലുകളെക്കുറിച്ചും അറിയാം. അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ മുന്നോട്ടുള്ള പോക്ക് ഒരു പ്രധാന പ്രശ്നമാണ്. അവരുടെ ജീവിതവും അവരുടെ ഈ സിനിമാ മേഖലയും ഒക്കെ അവർ ചിലപ്പോൾ ആലോചിച്ചിട്ടുണ്ടാകാം. അങ്ങനെ ഈ പ്രതിഷേധത്തെ അവർ വല്ലാത്ത രീതിയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു ഘട്ടം വന്നപ്പോൾ അവർ ആലോചിച്ചു. അതിൽ നമുക്കൊക്കെയുള്ള ആക്ഷേപം ഒക്കെ ഉണ്ടാകും, സ്വാഭാവികമാണ്. നമ്മൾ അതിനെ ആ രീതിയിലൊക്കെ വിമർശിക്കുകയും നമ്മളുടെ അഭിപ്രായം പറയുകയും ഒക്കെ ചെയ്യും. പക്ഷെ അത് സിനിമയിൽ ആ സിനിമയുടെ നിർമ്മാതാക്കളും അവരുടെ പിന്നണി പ്രവർത്തകരും ഒക്കെ ആലോചിച്ചോടും അടുത്ത തീരുമാനം എടുക്കുകയാണ്. പക്ഷെ ആ തീരുമാനം ഒരു സുപ്രഭാതത്തിൽ ഉണ്ടായതല്ല. ആ തീരുമാനം വലിയ ഭീഷണിക്കൊടുവിൽ, വലിയ അക്രമത്തിനൊടുവിൽ, അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന ബോധ്യത്തിനൊടുവിൽ എടുത്ത തീരുമാനമാണ്. അതിലൊരു തർക്കവും വേണ്ട, അതങ്ങനെ തന്നെ എടുത്തതാണ്, അങ്ങനെ എടുപ്പിച്ചതാ. ആ തീരുമാനത്തെ ഇപ്പോൾ ഇവർ പറയുന്നത് അവർക്ക് തന്നെ സ്വയം അങ്ങ് തോന്നി. അങ്ങനെ സ്വയം തോന്നിയിട്ട് ഇത്രയും ദിവസം സിനിമ ഓടിക്കഴിഞ്ഞ് അവർക്ക് വരേണ്ടതാണോ? അത് അങ്ങനെ വരേണ്ടതല്ല. ഇത് മാത്രമല്ല, BJPയുടെ നേതാക്കന്മാർ ഇരിക്കുന്ന സെൻസർ ബോർഡ്, ആ സെൻസർ ബോർഡ് കണ്ട് അംഗീകാരം കൊടുത്ത സിനിമയായത്. സിനിമയായിട്ട് കാണാം എന്ന് പറഞ്ഞിട്ട് പിന്നീടാണ് ഇത് വരുന്നത്. പിന്നീടാണ് പറയുന്നത് പൃഥ്വിരാജിൻ്റെ വിദേശ ബന്ധം അന്വേഷിക്കണം, പൃഥ്വിരാജിനെ രാജ്യവിരുദ്ധനായും ദേശവിരുദ്ധനായും ചിത്രീകരിക്കാൻ ബോധപൂർവമായി ശ്രമിക്കുന്നത്. ആ സമയത്തും തുടക്ക ദിവസത്തിൽ ഈ മോഹൻലാലിൻ്റെ ഖേദപ്രകടനം വരുന്നതിന് മുൻപും അവർ മോഹൻലാലിനെ ഒരു ഭാഗത്തേക്ക് മാറ്റി നിർത്തുന്നു, പൃഥ്വിരാജിനെ ഒരു ഭാഗത്തേക്ക് മാറ്റി നിർത്തുന്നു, പൃഥ്വിരാജിനെ അങ്ങ് വളഞ്ഞിട്ട് ആക്രമിക്കുക. എനിക്ക് തോന്നുന്നു പൃഥ്വിരാജ് നേരത്തെ നമ്മുടെ പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട സമയത്തോ മറ്റോ ഫേസ്ബുക്കിലോ മറ്റോ പോസ്റ്റ് ഇട്ടിരുന്നു എന്ന് ഞാൻ കരുതുന്നു. ഞാൻ ആ പോസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കി, പക്ഷേ എനിക്കത് കാണാൻ പറ്റിയിട്ടില്ല. അങ്ങനെ ഉണ്ട് എന്നൊരു വിവരം കിട്ടി. അങ്ങനെ ഇവർക്ക് ചില അസ്വസ്ഥതകൾ ഇതിനു മുമ്പ് പൃഥ്വിരാജിനോട് ഉണ്ടാവാം. അത് പൃഥ്വിരാജ് മാത്രമല്ല, നമ്മുടെ രാജ്യത്ത് അത്യാവശ്യം ചിന്തിക്കുന്നവരൊക്കെ ഈ ഒരു പൊതുവിഷയത്തിലൊക്കെ നിലപാടുകളൊക്കെ പറയും. അവർ ഈ ജനാധിപത്യത്തിന് വേണ്ടിയും ഭരണഘടന നിൽക്കേണ്ട ആവശ്യകതയെക്കുറിച്ചൊക്കെ സംസാരിക്കും. അവരുടെ നിലപാടുകൾ അവർ ചിലപ്പോൾ ഫേസ്ബുക്കിൽ എഴുതും, അവർ പൊതുവേദികളിൽ പറയും. അങ്ങനെയൊക്കെ ചെയ്യില്ലേ? MT വാസുദേവൻ നായർ പറഞ്ഞില്ലായിരുന്നു കോഴിക്കോട് വെച്ച് ഒരു പൊതുയോഗത്തിൽ? അന്ന് നമുക്കറിയാം അദ്ദേഹത്തെ ഈ കേരളത്തിലെ BJP നേതാക്കന്മാർ എങ്ങനെ ആക്രമിക്കാൻ ശ്രമിച്ചത് എന്ന്. അങ്ങനെയൊക്കെ ഉണ്ട്.
വിജയെക്കുറിച്ച്, വിജയുടെ സിനിമയെക്കുറിച്ച് അവർ എത്ര രീതിയിൽ, എന്തൊക്കെ രീതിയിൽ അവർ പ്രതിഷേധം അറിയിച്ചിരുന്നു വിജയുടെ മേഴ്സൽ സിനിമയെക്കുറിച്ച്. അങ്ങനെ എല്ലാ ഘട്ടത്തിലും ഉണ്ട്. പിന്നെ ഇവിടെ ഇവർ പറഞ്ഞു CPM-നെതിരെയുള്ള സിനിമ. കേരളത്തിൽ CPM-നെ കുറിച്ച് വിമർശിച്ചുകൊണ്ടുള്ള സിനിമകൾ എത്ര വന്നു? സിനിമയ്ക്ക് തിയേറ്ററിൽ ഓടാൻ സാധിച്ചിട്ടില്ല എന്ന് അതിന്റെ സംവിധായകൻ തന്നെ പറയുകയാണ്. CPM നേതാക്കൾ നേരിട്ട് ഇടപെട്ടു എന്ന് തന്നെ ആരോപണം ഉന്നയിക്കുകയാണ്. MV ഗോവിന്ദന്റെ പേരടക്കം പറയുന്നു, ക്ഷമിക്കണം, കോടിയേരിയുടെ പേരടക്കം പറയുന്നു. അല്ല, അങ്ങനെ കോടിയേരി അത് വിളിച്ചു പറഞ്ഞു ആ സിനിമ ഇറങ്ങിയതെന്നാണ് എൻ്റെ ഓർമ്മ. അത് UDF ഭരിക്കുന്ന സമയത്ത് ഇറങ്ങിയ സിനിമയാണ്. അങ്ങനെ UDF ഭരിക്കുന്ന ആ സമയത്ത് ഇറങ്ങിയ ഒരു സിനിമ 50 ദിവസം ഓടി. നമ്മളിൽ തന്നെ എത്ര പേര്, അത് നിങ്ങൾ ആലോചിച്ച് നോക്കി, വിമർശിക്കുന്നവരാരെങ്കിലും ആ സിനിമ കാണാൻ പോയിട്ടുണ്ടോ? ഈ സിനിമയും ആ സിനിമയും അങ്ങനെ അവർ സ്വാഭാവികമായ ഒരു അന്ത്യത്തിലേക്ക് പോയ ഒരു സിനിമയെ CPM നേതാക്കന്മാർ പ്രതിഷേധം നിങ്ങൾ ഉയർത്തിയിരുന്നില്ലേ? ആ സിനിമ തിയേറ്ററിൽ ഓടരുത് എന്നൊരു നിലപാട് നിങ്ങൾ എടുക്കുകയും പരസ്യമായി ഒരിക്കലുമില്ല. ഞങ്ങൾ അതിനെ അങ്ങനെ പരസ്യമായ ഒരു നിലപാടും എവിടെയും അക്കാലത്തൊന്നും അങ്ങനെ എടുത്തിട്ടില്ല. ഞങ്ങൾ പക്ഷേ ഈ പറയുന്നത് പോലെ ഞങ്ങളുടെ അഭിപ്രായങ്ങൾ പറയും. സിനിമയായാലും പുസ്തകമായാലും ഈ പത്രമായാലും അതിനെതിരെയും ഒക്കെയുള്ള നിലപാടുകൾ ഞങ്ങൾ പറയും, ഞങ്ങളുടെ അഭിപ്രായങ്ങൾ പറയും. പക്ഷേ ഈ തരത്തിലേക്ക് അതിനെ മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോയി അങ്ങനെ ഞങ്ങൾ ആക്രമിക്കാറില്ല. ഏത് കാലത്ത് അങ്ങനെയാണ്? എത്ര സിനിമകളുണ്ട് ഈ 51 വെട്ടിനേക്കാളും എത്ര മനോഹരമായി ചിത്രീകരിച്ച സിനിമയുണ്ട് ഞങ്ങൾക്കെതിരായിട്ട്. കൂടുതൽ ആളുകൾ കണ്ട സിനിമകളുണ്ട്, തിയേറ്ററിൽ ഓടിയ സിനിമകളുണ്ട്, എത്രയോ സിനിമകളുണ്ട്. ഞാനായിട്ട് ഇപ്പോൾ പേരൊന്നും പറയണ്ടല്ലോ, നിങ്ങൾക്ക് തന്നെ അറിയില്ലേ. ഇങ്ങോട്ട് അതിനെതിരെയൊക്കെ ഞങ്ങൾ തന്നെ പല സിനിമയും ഞങ്ങൾ വിമർശിക്കുന്ന സിനിമ ഞങ്ങൾ പോയി കണ്ട് അതിൻ്റെ സിനിമയുടെ ഭംഗിയിൽ കണ്ട് ആസ്വദിച്ച് അതിനെക്കുറിച്ച് അഭിപ്രായം പറയുകയും പിന്നെ പറഞ്ഞു ചിരിക്കുകയും ഒക്കെ ചെയ്യാറില്ലേ? ഈ സിനിമയിലും ഞങ്ങളെ ആക്ഷേപിക്കുന്ന ഭാഗങ്ങളില്ലേ, കോൺഗ്രസിനെ ആയാലും വിമർശിക്കുന്ന ഭാഗങ്ങളില്ലേ? ശരി. പക്ഷെ ഇതിൽ BJPയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസമുണ്ടാക്കും, സ്വാഭാവികമാണ്. കാരണം അവർ ഈ രാജ്യത്തിൻ്റെ മുമ്പിൽ നിങ്ങൾ മറക്കണം എന്ന് പറഞ്ഞ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു ഈ സിനിമ എന്ന് അവർക്ക് തോന്നുകയാണ്. കാരണം അവരെ പോലും അത് ഓർമ്മിപ്പിക്കുന്ന തരത്തിലേക്ക്, അവർ പോലും മറക്കണം എന്ന് ആഗ്രഹിക്കുന്നതിനെ അവരെ കൊണ്ട് തന്നെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലേക്ക് ഈ സിനിമ ചില ചിത്രീകരണങ്ങൾ നടത്തിയിട്ടുണ്ട് എന്ന് അവർക്ക് തോന്നുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവർക്ക് ഈ അസ്വസ്ഥതയുണ്ടാകും, അവരുടെ ഉറക്കം നഷ്ടപ്പെടും. അതോടൊപ്പം തന്നെ കേരളത്തിലെ BJPക്കാണെങ്കിൽ അവരെ വല്ലാതെ അങ്ങ് ആക്ഷേപിക്കുന്ന ഒരു രംഗം, ഒന്ന് രണ്ട് രംഗം അതിലുണ്ട് എന്ന് അവർക്ക് തോന്നുകയാണ്. അത് അവരാണെന്ന് അവരോട് തോന്നുന്നു, ഇത് ഞാൻ തന്നെയാണ് എന്ന് കരുതുകയാണ് അവർ. അങ്ങനെ വരുമ്പോൾ ഇവർ നടത്തുന്ന വിമർശനങ്ങളാണ് ഈ കാണുന്നത്. ആ വിമർശനങ്ങളെ അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല. കേന്ദ്ര സർക്കാരിനെ വിമർശിച്ചതിൻ്റെ പേരിൽ രാജ്യദ്രോഹിയായും ദേശവിരുദ്ധനായും ചിത്രീകരിക്കാനുള്ള ശ്രമത്തെ അംഗീകരിക്കാൻ പറ്റില്ല. അതിന് RSS അല്ല, അതിൻ്റെ അപ്പുറത്തുള്ളവൻ വന്നാലും ഈ കേരളത്തിൽ അതിനെ വില കൽപ്പിച്ചു തരാൻ പറ്റില്ല എന്ന് തന്നെയാണ് പറയാൻ. പക്ഷേ കേരളത്തിൽ ഒതുങ്ങുന്നില്ലല്ലോ ആ ഭീഷണി, അവിടെയാണ് പ്രശ്നം. Debate with Smriti Parathikar.